ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ മിക്സ് ഓംലേറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്, വളരെ എളുപ്പമായതാണ്. പിന്നെ ഒരു വലിയ സവോള, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അളവിലാണ് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബീൻസും അതേപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഹാഫ് കുക്ക് ആകുവോളം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് ആയിട്ടുണ്ട്, ഒരു വിധം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ആ ക്യാരറ്റും ബീൻസിലേക്കുള്ള എരിവും ഉപ്പും എല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ ഇത് കഴിച്ചോളും. അപ്പോൾ ഈ സമയത്ത് ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ഒരു ബൗളിലേക്ക് ഞാനത് ആ സവോള പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 4 പച്ചമുളക് വട്ടത്തിൽ പൊടിയായി അരിഞ്ഞതും, അതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പും, ഒരു അല്പം ഗരം മസാലയും, ഒരല്പം കുരുമുളകും അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ആ കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ പത ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാനത് ആ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ സ്പൂണ് മാറ്റിയത് ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പതയെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് വഴറ്റി വെച്ച ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഇനി അതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ലൊരു ഹെൽത്തിയും കൂടിയാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാ ഓംലേറ്റ് ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ നിരത്തി കൊടുക്കാം. അപ്പോൾ അത് ആ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുക. ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ്, ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. 2-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. ഇനി അല്പം ഓയിൽ അതിൻ്റെ മേലെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് കൂടി ഒന്ന് അതേപോലെ ഇരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മളെ കറക്റ്റ് ഇവിടെ വെജിറ്റബിൾ ഓംലേറ്റ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും, വെറുതെ കഴിക്കാനും പറ്റും, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.